ആ ദൂതന്മാരുടെ ആ സംസാരമെല്ലാം കഴിഞ്ഞ ശേഷം ആ ആട്ടിടയന്മാർ വെയിറ്റ് ചെയ്തില്ല. ലൂക്കോസ് 2:15-16 പറയുന്നത്, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്നു. അവർ രാവിലെ വരെ വെയിറ്റ് ചെയ്തില്ല. അവർ ദൂരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നിന്നില്ല. അവർക്ക് അവരുടെ ആടുകളെ ഓർത്ത് ആ സമയത്ത് വിഷമമില്ലായിരുന്നു. അവർ ആടുകളെ അവിടെ ഇട്ടേച്ച് പോകുന്നത് ദൈവകരങ്ങളിലാണെന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 3:5-6 പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓടി വരുന്നവരെയാണ് നോക്കുന്നത്. അതായത് ജീവിതത്തിൽ ബിസി ആയിരിക്കാം, ഡിമാൻഡിങ് ആയിരിക്കാം, അതായത് പല കാര്യങ്ങൾ നമ്മുടെ സമയം എടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് വരാം. പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഒക്കെ ഉണ്ടെന്നിരിക്കലും അതിൻ്റെ എല്ലാം നടുവിലും ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടി വരുന്നവരെയാണ് ദൈവം നോക്കുന്നത്.